ഇന്ന് വരെ ഒരു സിനിമയുടെയും കഥ ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല, കിട്ടില്ല. അതെ, ആളൊരു ഭയങ്കര മടിയനാ. എത്രയും വേഗം കഥ തീർത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ഇതൊന്നും ഇല്ലാതെ മനസ്സിൽ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാ. വേറെ രീതിയിലാണ് അന്ന് നമ്മുടെ സിനിമ വർക്ക് ചെയ്യുന്നത്. മറ്റേ സ്റ്റോറി ബോർഡൊക്കെ എഴുതി അങ്ങനൊന്നും അല്ല, അതൊക്കെ മനസ്സിലാണ്. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ആദ്യം ഞാൻ എന്ത് വെച്ചാൽ ചുറ്റി ലൈറ്റപ്പ് ചെയ്യാൻ ഒരു ഷോട്ട് വെക്കാൻ പറയാം. അപ്പൊ കുമാർ പോലെ നേരെ എടുക്കുക, ലൈറ്റപ്പ് ചെയ്യാം. ആ സമയം കൊണ്ട് കുത്തി കുറിക്കും. ഇത് എന്താണ് പരിപാടി? ഇതെന്നാ പരിപാടി? ഏത് പടമാണെങ്കിലും സ്ക്രിപ്റ്റ്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. രാവിലെ ഇതൊന്ന് വിളിച്ചോണത്തും, വിളിച്ചോ നീ എന്റെ കാലൊന്ന് പിടിച്ച് തടവ്. ഇന്ന് എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. അപ്പൊ കുറെ നേരം എന്റെ കാലൊക്കെ തടവി കൊടുത്ത് എടീച്ച് കാപ്പിയൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവരുടെ ഒടുക്കത്തെ ചായ കുടി. ബാത്റൂമിൽ പോകും. എന്നിട്ട് അവിടുന്ന് ടോയ്ലറ്റ് പേപ്പർ വലിച്ചു വെച്ച് ഇങ്ങോട്ടിരുന്ന് അതിന്റെ പുറത്തിട്ടാണ് എഴുതുന്നത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. കുറച്ച് കൂടുതലാണ്. കൂടുതലല്ല, സത്യം. ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യം അല്ലേ അങ്ങനെ ചെയ്യും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ.